കേരളയിൽ ഫ്ലഡ് വന്ന സമയത്ത് മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്ത് ഇറ്റലിയിൽ കിടന്ന കുട്ടികളെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കാൻ മാം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പല കുട്ടികൾക്കും അതൊരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് മാം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? 2015 നമ്മുടെ ചെന്നൈ ഫ്ലഡിൻ്റെ ടൈമിൽ ഇവിടെ അൻപോട് കൊച്ചി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10ാമത്തെ ആളായിട്ട് ഞാൻ സാധനം കൊടുക്കാൻ പോയതില്ല. എൻ്റെ സാധനങ്ങൾ വിടാൻ പോയപ്പോഴത്തേക്ക് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന പോലെ ഇവർ തുടങ്ങിയിട്ടുണ്ട്, അപ്പം അവിടെ കൊണ്ടു കൊടുത്താൽ നമുക്ക് ഒരു വണ്ടിയിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ട്രാൻസ്പോർട്ടർ എനിക്കൊരു വണ്ടി പറയുകയും ചെയ്തിരുന്നു. അവിടെ ചെന്ന് പിന്നെ അവരുടെ കൂടെ അങ്ങ് നമ്മൾ കൂടുമായിരുന്നു ചെയ്തത്. അങ്ങനെ അവർ പല പ്രോജക്റ്റുകളും കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഞാനായിരുന്നു. കുറേ മുത്തേ പൊന്നെ, പിന്നെ എൻ്റെ കുളം എറണാകുളം വാട്ടർ ബോഡീസ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, പാപ്പ പഠിക്കാം പഠിപ്പിക്കാം, പുതുയുഗം, അങ്ങനെ ഒത്തിരി സുന്ദരി കൊച്ചി, എല്ലാ പ്രോജക്റ്റുകളിലും കുറേ മേജർ കോർഡിനേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ചേർന്നായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ ഫ്ലഡ് കൊച്ചിയിൽ നടന്ന സമയത്ത് എന്താ പറയുക, ഞാൻ വയനാടായിരുന്നു ശരിക്കും പറഞ്ഞത്. വയനാട് ഫ്ലഡ് വന്നിട്ട് ചുരമൊക്കെ പൊട്ടിയിട്ട് ഞാൻ അവിടെയായിരുന്നു, എൻ്റെ ടീമും ഞങ്ങൾ അവിടെയായിരുന്നു. ഡു ഫോർ അതേഴ്സ് എന്നും പറഞ്ഞിട്ട് കുട്ടനാട് അതേപോലെ തന്നെ വന്നു. കുട്ടനാട് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഭക്ഷണം പോയപ്പോൾ സ്ത്രീകൾ പറഞ്ഞൊരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇങ്ങനെ കഴിച്ചാൽ മാത്രം പോരാ, താഴെ കൂടെ പോകാനുള്ളൊരു സൗകര്യവും ഇല്ല. കാരണം ഈ കുട്ടനാട് എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളമാണല്ലോ. അപ്പോൾ അവരുടെ ടോയ്ലറ്റ്സ് ഒക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുക. അപ്പം അന്നത്തെ കളക്ടർ സുഹാസ് സാറുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു, ബയോ ടോയ്ലറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ബിന്ദു വാട്ട് എവർ യു വോണ്ട് ടു ഡു പ്ലീസ് ഡു ഇറ്റ്, പക്ഷേ ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഫാസ്റ്റ്. അപ്പം ഞങ്ങൾക്കതൊരു ചലഞ്ചായിരുന്നു. കാരണം അവിടെ എത്തണമെങ്കിൽ ട്രാക്ടറിൽ കയറണം, ബാർജിലാണിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ബയോ ടോയ്ലറ്റ്സ് സാർ അറേഞ്ച് ചെയ്തു വന്നു. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഞങ്ങൾ 72 മണിക്കൂറിൽ 72 ബയോ ടോയ്ലറ്റ്സ് കുട്ടനാട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദാറ്റ് വാസ് എ റെക്കോർഡ് ഇൻ കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് കെയിം എ വേൾഡ് റെക്കോർഡ്. അത് തന്നെ UN ജനീവയിൽ ആ സമയത്ത് നടന്ന കോൺഫറൻസിൽ മാതൃഭൂമി നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്തിരുന്നു. UN ഇതിലൊരു കേസ് സ്റ്റഡി ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അൻപോട് കൊച്ചിയും ഒരു കേസ് സ്റ്റഡി ആയിട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. എൻ്റെ കുളം ഹൗ എ സോഷ്യൽ ഗ്രൂപ്പ്, ഞാൻ പറയില്ലേ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും പോകുമ്പോൾ, ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല, ഹൗ വി യൂസ് ഇറ്റ്. അതാണ് ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് അത് ജനങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിനെ കൺസിഡർ ചെയ്താൽ ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ടൂൾ ആക്ച്വലി. ഇപ്പം എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതിന്, പക്ഷെ നമ്മളിതൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. അങ്ങനെ ഡു ഫോർ അതേഴ്സ് അങ്ങനെ കുട്ടനാട് ചെയ്ത് നമ്മൾ വയനാട് പോയി. വയനാട് നമ്മൾ 24/7 വർക്കിംഗ് ആയിരുന്നു. രാത്രി വന്ന് ഭക്ഷണം ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നിലവിളി ശബ്ദം കേൾക്കും. അപ്പം നമ്മളോട് ചോദിക്കുമ്പം ഞങ്ങൾ ചോദിക്കും, ഞങ്ങളുടെ കൂടെ ഉള്ളവരോട് അവിടെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ മാം കഴിച്ചോ എന്ന് പറയും. തൊട്ടടുത്ത് ചുരം പൊട്ടിയിട്ട് ആൾക്കാർക്ക് അപകടം പറ്റേണ്ടതാണ്. അങ്ങനെ അവസാനം വീട്ടിൽ നിന്നും ഇവിടുത്തെ ടീമും ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. കാരണം എല്ലാ ഡാമും കൂടെ ഒരുമിച്ച് തുറന്നപ്പോഴത്തേക്കും ഞങ്ങളെ വിളിച്ചപ്പോഴത്തേക്കും വി സ്റ്റാർട്ടഡ് ഓഫ് ഫ്രം ദർ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മിസ് ചെയ്തു. പട്ടാമ്പി പാലം കയറി, പട്ടാമ്പി പാലം വെള്ളത്തിൻ്റെ അടിയിലായി. തൃശ്ശൂർ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാലക്കുടി പ്രശ്നമായി. ഞങ്ങൾ ആലുവ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ 3 വണ്ടി ജസ്റ്റ് കവർ ചെയ്ത് പോയതേ ഉള്ളൂ. പിന്നെ ഒരു 10-15 ദിവസം നോൺ സ്റ്റോപ്പ് വർക്കിംഗ് ആയിരുന്നു. തിരിച്ച് വയനാട് പോയി. ഞങ്ങളൊരു വില്ലേജ് ഫുള്ള് നമ്മൾ അവരുടെ ഡോറുകൾ ഉണ്ടായിരുന്നു. കാരണം പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ ഡോറൊക്കെ, ബാത്റൂമിൻ്റെ ഡോറ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഡോറൊക്കെ റീപ്ലേസ് ചെയ്തു. ഞങ്ങൾ തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഞങ്ങളുടെ ടീം തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആക്ടിവിറ്റീസ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഗ്രാമത്തിന് അവിടെ അഗ്രികൾച്ചർ ഫാമിങ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു അറേഞ്ച്മെൻറ്റും ബൈബാക്ക് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും നമ്മളവിടെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരെ. അതല്ല, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു വീഡിയോ വരുമായിരുന്നു ചെയ്തത്, എയർപോർട്ടിൽ നിന്നൊരു വീഡിയോ. അതൊരു ഹൈ ഒഫീഷ്യൽ, എനിക്കൊരു ഹൈ ഒഫീഷ്യൽ അയച്ചു തരുമായിരുന്നു. ദേ വെർ ഹെൽപ്ലെസ് ഇൻ ഡൂയിങ് ദാറ്റ്. അപ്പം ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഐ തോട്ട് വി ഷുഡ് ഇൻ്റർഫിയർ ഇൻ ദിസ്.
അങ്ങനെ ഞങ്ങൾ ഒരു 14 കുട്ടികൾ അവിടെ കുടുങ്ങിക്കിടക്കണ്ടായിരുന്നു ഇനീഷ്യലി. അങ്ങനെ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തപ്പോൾ അതൊരു വലിയ ലിസ്റ്റായി. മിലനിലുണ്ടായിരുന്നു, റോമിലുണ്ടായിരുന്നു, UK, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു കുട്ടികൾ കിടന്നിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 14 കുട്ടികളെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് നമ്മളെ വി മുരളീധരൻ സാർ നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നതിൽ വളരെ ഇതായിട്ട്. കാരണം നമ്മൾ കോൺസ്റ്റൻ്റ്ലി പുള്ളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത്, ഞാനായിരുന്നു കോർഡിനേറ്റ് ചെയ്ത് ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് പോയി, മെഡിക്കൽ ടീമുമായിട്ട് പോയി. അപ്പോഴാണ് ഒരു ഓർഡർ ഇറങ്ങിയത്, ഇന്ന പോലെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അറിഞ്ഞിട്ട് ഫ്ലൈറ്റ് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് സ്റ്റോപ്പിൽ അത് ചെയ്തില്ല. പക്ഷെ അവരെ ഡീപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലായിരുന്നു. അവിടുത്തെ ഡിഫൻസിൻ്റെയോ ആർമിയുടെയോ ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു അവരെ താമസിപ്പിച്ചിരുന്നത്. കുറേ പേര് പോസിറ്റീവ് ആയിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് അവരെ നല്ലൊരു നാട്ടിൽ ബസ് വഴി അവർ വന്നത്. ഞങ്ങൾ ഇവരെ കയറ്റി വിട്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു മെസ്സേജ് വരിക, ഐ എം ഹാവിങ് ഡെലിവറി പെയിൻ എന്ന് പറഞ്ഞിട്ട് കർണാടകയിലുള്ളൊരു കുട്ടിയുടെ മെസ്സേജ് വരിക ചെയ്യുന്നത്. എനിക്കല്ല വന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തത്, ഞങ്ങൾ ഒരു ടീമുണ്ട്, സുജാത ചേച്ചിക്കാണ് വന്നത്. അപ്പോൾ ചേച്ചി ഞങ്ങളിതൊന്ന് റിലാക്സ്ഡ് മോഡിലോട്ട് മാറുമ്പോഴത്തേക്ക് ചേച്ചിയുടെ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അംബാസഡറുമായിട്ട് സംസാരിച്ചു, ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചു. ദേ സേ ദാറ്റ് വി ആർ തേർഡ് സിറ്റിസൺ ഫോർ ദ. കാരണം അവിടുത്തെ ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞിട്ട് ഈവൻ നമ്മുടെ മെഡിക്കൽ കാര്യങ്ങൾ പോലും നോക്കുള്ളൂ. അപ്പം ഇറ്റ് വാസ് എ ഫാൾസ് പെയിൻ. കാരണം ഏർലി സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ആയിരുന്നു അത്. അപ്പം ആ കുട്ടിക്ക് കുട്ടി പോകുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പം വി വർ പ്ലാനിങ് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ്സ് ഇല്ല അവിടുന്ന്. അങ്ങനെ എത്യോപ്യൻ എയർവേസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം ഒരു തോമസ് സാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും ഒരു ഏഞ്ചലായിട്ട് വന്നതാണ്. 14 പേരുടെ അടുത്ത് പൈസയില്ല, 14 പേരുടെ ടിക്കറ്റ്സ് എടുക്കണം, ടിക്കറ്റ് ഫെയറും ഹൈ. അപ്പം നമ്മളെല്ലാവരും കൂടെ പൂളിൻ ചെയ്തു. അതിൽ മേജർ ഷെയർ ഇട്ടത് തോമസ് സാറായിരുന്നു, കുവൈറ്റിലുള്ള തോമസ് സാറ്, പിന്നെ ഷ്യാം, അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടെ ഇട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവർ ചെക്ക് ഇൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു വി കാൺ ടേക്ക് യു ബിക്കോസ് ഒരു സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ടെസ്റ്റ് കഴിയാതെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഓൾറെഡി ടെസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു, കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പം ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു സർക്കുലർ വന്നു, അന്ന് കൊണ്ടുപോവാം. അന്ന് ലാസ്റ്റ് മിഡ് നൈറ്റ് വരെ, ഇത് ഫ്ലൈറ്റ് വന്ന് 10:30 ആയിരുന്നു. അപ്പം 2 hours ഉണ്ട്. അപ്പോൾ 10:30 വരെ എല്ലാം ആയിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞു ഫോൺ അവർക്ക് കൊടുക്കുക, ഐ വിൽ ടോക്ക് ടു ദം എന്ന് പറഞ്ഞു. അങ്ങനെ എയർവേസുമായിട്ട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു ദർ ഇസ് എൻ ഓർഡർ, ഐ എം ജസ്റ്റ് സെൻഡിങ് ഇറ്റ് അക്രോസ് ടു യു, ജസ്റ്റ് യു വിൽ ഹാവ് ടു കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ വി വിൽ ചെക്ക്. ഞാൻ പറഞ്ഞു നോ, ദർ ഇസ് എ ക്ലിയർ ഓർഡർ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ടിൽ 12 o'clock യു ക്യാൻ പിക്ക് ദ പാസഞ്ചേഴ്സ്. അങ്ങനെ വന്ന് ഇവരെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓൺലൈൻ ടിക്കറ്റ്സ് ആയിരുന്നു, എല്ലാം ക്യാൻസലായി. ദെൻ വി ഹാവ് ഓൺലി ഹാഫ് ആൻ അവർ ലെഫ്റ്റ് ടു ടേക്ക് ദിസ് 14 ടിക്കറ്റ്സ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരുടെ കാർഡ് ഉപയോഗിച്ച് ഈ ടിക്കറ്റ്സ് എടുത്ത് അങ്ങനെ അവർ ബോംബെയിൽ ഇറങ്ങി. അപ്പോഴത്തേക്ക് അവരുടെ റിസൾട്ട് വന്നിരുന്നു, എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ മോക്ക് ഇപ്പം 3-4 വയസ്സായിട്ടൊരു പെൺകുട്ടിയാണ്, 3-4 വയസ്സായിട്ടുണ്ട് ആ കുട്ടി പ്രസവിച്ചിട്ട്. ഇപ്പം എവിടെയാണെന്ന് നമ്മൾ അറിയില്ല, കാരണം നമ്മളങ്ങനെ കണക്ഷൻസ് അധികം വെക്കാറില്ല, കാരണം വി ഗെറ്റ് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദം. അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കാറില്ല. അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് ഫ്രം സൗദി, കുവൈറ്റ്. അപ്പം അവസാനം ഈ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ഫാമിലീസ് ഫ്രം ഇന്ത്യ യൂസ് ടു കോൾ അസ്, എന്നെ വിളിക്കും, ഇന്ന പോലെ ഉണ്ടോ ഒന്ന് കൊണ്ടുവരാനായിട്ട്, എന്തെങ്കിലും ഒരു അറിയില്ല പ്രയോറിറ്റൈസ് ചെയ്യാവോ. അങ്ങനെ ആ കോർഡിനേഷൻ അത്യാവശ്യം കുറേ നാൾ നടന്നിരുന്നു. അത് എത്ര പേരുണ്ടാകും ആ ഒരു ടീമിലൊക്കെ? ആ ഒരു ടീമിൽ എനിക്ക് തോന്നുന്നു ഒരു 130 പേരുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരു സ്ത്രീ സംരംഭക എന്ന നിലയിൽ ഒരുപാട് ചാലഞ്ചസ് മാം ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഓവർകം ചെയ്തത്? ചാലഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, ഇഫ് ദർ ഇസ് എ വേ വിൽ ദർ ഇസ് എ വേ, അത്രയേ ഉള്ളൂ. കാരണം എനിക്കിതല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല ചെയ്യാനായിട്ട്. എൻ്റെ ബിസിനസ് ചെയ്യാൻ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ മാനേജ്മെൻറ്റൊക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ത് സ്ട്രെസ്സും നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് ആരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്കിപ്പോൾ ഇവിടുന്ന് അവിടെ എത്തണമെന്ന് തോന്നി എൻ്റെ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് എത്താം. എന്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും നമുക്ക് നീക്കാൻ പറ്റും. അൺലെസ് ആൻഡ് അൺടിൽ വി ആർ ഹെൽത്തി ആണെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് എത്താം. ഹെൽത്തി ഒരു പരിധി വരെ ആണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ക്രൗൾ ചെയ്താണെങ്കിലും മിഴഞ്ഞാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ എത്താൻ പറ്റും. എനിക്കവിടെ എത്തേണ്ടത് എൻ്റെ ലക്ഷ്യമാണ്. അതേപോലെ
ഇന്ത്യയിൽ ടോപ്പ് 1 ആവുക എന്നുള്ള, എൻ്റെ ഇൻഡസ്ട്രിയിൽ ടോപ്പ് 1 ആവുക എന്നുള്ള എൻ്റെ ലക്ഷ്യമാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ പ്ലേസ് ചെയ്യണം. ഇപ്പോഴും നമ്മൾ ഇൻ്റർനാഷണലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും ഇൻ്റർനാഷണലി വേറെ കമ്പനീസ് ഉണ്ട്, 4-5 കമ്പനീസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ടോപ്പോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ എത്തണം എന്നാണ്, മരിക്കണേന് മുന്നേ എത്തണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന തോന്നുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മുടെ കുട്ടികൾക്ക് കൊടുത്താലും എനിക്ക് തോന്നുന്നു അത് നടക്കും. കാരണം എൻ്റെ ലൈഫിൽ അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അറിയാലോ, ഞാൻ ഇത്രയും സക്സസ് ആവുന്ന സമയത്താണെങ്കിലും ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും എങ്ങനെ, ഫ്രണ്ട്സ് ആണെങ്കിലും എങ്ങനെയായിരുന്നു മാമിനെ സപ്പോർട്ട്? ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും ഡെഫിനറ്റ്ലി അപ് ടു എ സർട്ടൺ ലെവൽ. ഓക്കെ, ഫ്രണ്ട്സും നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും. നമ്മുടെ പൈസ ഇല്ലെങ്കിൽ ഒരു മനുഷ്യരെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഉണ്ടാവണവർ ട്രൂ ഫ്രണ്ട്സ് ആയിരിക്കും. അത് വളരെ ചുരുക്കമാണ്, ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കാതെ. എനിക്ക് ഒരു 3 പേരെൻ്റെ ഫ്രണ്ട്സ് ചെറുപ്പം തൊട്ടേ ഉള്ളവരുണ്ട്. അവരെൻ്റെ കൂടെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. പിന്നെ ഫാമിലിയിൽ സപ്പോർട്ടുണ്ട്. പക്ഷേ എനിക്കൊരു റെസ്ട്രിക്ഷനും ഇല്ല ചെയ്യാനായിട്ട്. എൻ്റെ ഹസ്ബൻഡ്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു വലിയൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ 2ാമത് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഹീസ് എ വെരി, ഐ റെസ്പെക്റ്റ് ഹിം മോർ ദാൻ എ ഹസ്ബൻഡ്. എനിക്ക് പുള്ളിയെ റെസ്പെക്റ്റാണ് പുള്ളിയുടെ അടുത്ത് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്, വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്നത് ചെയ്ത് തരുമോ അല്ലെങ്കിൽ എനിക്കിത് വാങ്ങിച്ചു തരുമോ അങ്ങനെയൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല. ഐ ആം ഹാപ്പി. ആ രീതിയിൽ നോക്കിയാൽ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് എൻ്റെ കാലിൽ നിൽക്കാനായിട്ടുള്ളൊരു ചങ്കുറ്റം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ആ ഒരു 18 വയസ്സിലെ ഒരു വിവാഹത്തിൻ്റെ ഇതോടുകൂടി ഞാൻ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ, എന്നാലും എനിക്ക് സപ്പോർട്ട് ഇല്ല എന്നല്ല ഞാൻ പറയും, സപ്പോർട്ടുണ്ട്. അവർക്കും ഫ്രണ്ട്സിനും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഒരു പരിധിയുണ്ട് നമ്മുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ പ്രൊഫഷനിൽ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് വേണ്ടത് നമുക്കൊരു നല്ല എൻവയോൺമെൻറ്റ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാം പോളി കളേഴ്സ് ഇൻ്റർനാഷണലിൻ്റെ MD ആണ്, അതുപോലെ തന്നെ ഈ ഉന്നതിയുടെ ഫൗണ്ടർ. ഈ 2 റോൾസും മാം എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പറഞ്ഞില്ലേ, ഇത് ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ. നമുക്ക് അത് ചെയ്യണമെന്ന് തോന്നി നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താം. ഞാനിത് മാത്രമല്ല, ഞാൻ ഒക്ടോബറിൽ ഞാനൊരു പ്രോഗ്രാം 1.5 hours ഞാൻ TDM Hall ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കിട്ടുന്ന കുറച്ച് നമ്മുടെ ഡെസ്റ്റിനിയാണ് നമ്മൾ പല സ്ഥലത്തും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കണത്. ആ ഡെസ്റ്റിനി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർഗങ്ങളൊക്കെ എളുപ്പമായിരിക്കും. എനിക്കന്ന് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് ശേഷം 1.5 മണിക്കൂർ ഞാൻ പ്രോഗ്രാം ചെയ്തു, കണ്ടിന്യൂസ് പ്രോഗ്രാം. ഞാൻ അതിൽ 7 ഐറ്റം ഉള്ളതിൽ 6 ഐറ്റം ഞാൻ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. സോളോ ഞാൻ ചെയ്ത് 2. അത് നമുക്കൊരു വില്ലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. അതിലൊന്നും എല്ലാവർക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇത് 2ഉം നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. എനിക്കിത് 2ഉം ചെയ്യാൻ ആഗ്രഹമാണ്. കാരണം ഒന്ന് എന്നെ കൊണ്ടെത്തിച്ചത് പോളി കളേഴ്സിലെ ജേർണിയിലോട്ട് ഞാൻ 2ാമത്തെ പൊസിഷൻ എടുക്കാൻ പോയ വഴികൾ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. എൻ്റെ സന്തോഷം നിറഞ്ഞതുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ലക്ഷറി കാറുകളുടെ ഒരു 1st or 2nd വെഹിക്കിൾ ബുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതൊന്നുമില്ലാതെ ബസ് യാത്ര ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കൊടുത്ത് ബസ് യാത്ര. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു പഴയ ഓൾട്ടോയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ചു വാങ്ങിയതാണ്. കാരണം എനിക്ക് ആ വണ്ടിയോട് ഒരു സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ സഞ്ചരിച്ചൊരു വാഹനമാണ്. അതിൻ്റെ ഓണറെ ഞാൻ കണ്ടുപിടിച്ച് ഞാനൊരു 6 മാസമായി ആ വണ്ടി തിരിച്ച് വാങ്ങിച്ചിട്ട്. എനിക്ക് അതിൽ പോകുന്ന ഒരു കംഫർട്ടാണ്, എനിക്കൊരു സന്തോഷമാണ് അതിൽ പോണത്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് എന്തും വാങ്ങാൻ പറ്റും, പക്ഷെ എനിക്ക് പേടിയാണ്. കാരണം അതൊക്കെ ഇനി വാങ്ങിയാൽ നമ്മൾ ആദ്യമേ ബാക്ക് ടു സ്ക്വയർ ആവുമോ, നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. പക്ഷെ മക്കളതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരവരുടേത്. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഇത് ഹാപ്പിയാണ്, ഞാൻ ഇതിൽ പോയി വന്നോളാം.
അപ്പം പറയാം അമ്മ നാണാവില്ലേ, നോ പ്രോബ്ലം, ഇതാണ് ഹാപ്പി. ഞാൻ പറയാം ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ കാര്യത്തിൽ. ഇപ്പം ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, മാമിൻ്റെ മനസ്സിൽ എപ്പോഴാണ് ഒരു ബിസിനസ് ലീഡർ ആവാമെന്നുള്ള ഒരു ഇത് വന്നു തുടങ്ങിയത്? അതായത് ഞാൻ ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, 2008 to 2013 പോയ സാഹചര്യങ്ങൾ വെച്ച് നോക്കും. പിന്നെ നമ്മൾക്കൊരു ഫോൾ ഉണ്ടാകുമ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് വരും, ഞങ്ങൾ പൈസ തരാം, ഞങ്ങൾ സഹായിക്കാം. ഒരു പൈസ പോലും ഞാൻ എല്ലാവരോടും പറയാം അങ്ങനെയുള്ളവരെ വാങ്ങരുത്. കാരണം അങ്ങനെ ഞാൻ വാങ്ങിയിട്ട് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. കാരണം ആ ഒരു സാഹചര്യത്തിൽ വരുന്നത് നമ്മുടെ സാഹചര്യം മുതലാക്കാൻ വരുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ, ഈ സ്ത്രീകളെയും യങ്സ്റ്റേഴ്സിനെയും ഞാൻ ഹാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാ. കാരണം ഇവരെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയും പോവരുത്. നമുക്ക് അല്ലാതെ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ പറയും, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകാനായിട്ടൊരു ഇട വരുത്തരുത്. കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്താൽ നമുക്ക് പോകാൻ പറ്റും. ഇതൊന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം മാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഉന്നതിയുടെ ഫൗണ്ടറാണ്, അതുപോലെ പോളിക്കളർ ഇൻ്റർനാഷണലിൻ്റെ MD ആണ്, പിന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാമിന് കൂടുതലും സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? ജോലി ചെയ്യുന്നതും സാറ്റിസ്ഫാക്ഷനാണ്. സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല, അത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, നേഷൻ ബിൽഡിംഗ് നടത്തണ്ടേ, നമ്മൾ ഓരോരുത്തരും നേഷൻ ബിൽഡിംഗ് നടത്തണ്ടേ. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഡ്യൂട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവരും പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു, അയോധ്യയിലെ പൂജ നടന്ന സമയത്ത് പല സെലിബ്രിറ്റികളും കോൺസ്റ്റിറ്റ്യൂഷനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നവരുണ്ടോ? ഇല്ല. ഞാൻ ചെയ്യുന്നത് അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ രാജ്യം വളർത്താനും വലുതാക്കാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ഡ്യൂട്ടിയാണ്. അതർ ദാൻ പേയിങ് ടാക്സ്, ദിസ് ഈസ് മൈ ഡ്യൂട്ടി ടു ബിൽഡ് ദ നേഷൻ. അതേ ഞാൻ കാണാറില്ലല്ലോ. അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ ഒരു 10 രൂപ ഉണ്ടാക്കിയാൽ അത് രാജ്യത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. ഒരു പുരുഷൻ 10 രൂപ ഉണ്ടാക്കിയാൽ രാജ്യത്തിന് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വരും. ഇപ്പൊ മാമിന്റെ കമ്പനിയിലെ കൂടുതലും സ്ത്രീകളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ കമ്പനിയിൽ പ്രൊഡക്ഷൻ നോക്കുന്നത് സുനിത എന്ന് പറഞ്ഞിട്ട്, പിഗ്മെൻസിൻ്റെ. പുള്ളിക്കാരിക്ക് ഒരു കണ്ണ് ബൈ ബർത്ത് ഇല്ല. പുള്ളിക്കാരിയാണ് എൻ്റെ പ്രൊഡക്ഷൻ നോക്കുന്നത്. കളർ മാച്ചിങ് ചെയ്യുന്നതും പുള്ളിക്കാരിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. ഞങ്ങൾ ഒരു ഫാമിലി എന്ന് പറയുന്ന പോലെ എന്തുണ്ടെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ്. സുനിതയാണ് അതിൽ നോക്കുന്നത്. പിന്നെ എനിക്കൊരു പവർ ലോണ്ട്രി ഉണ്ട്, ഹോട്ടൽസ് ചെയ്യുന്ന. അതിലും മേജർ പ്രൊഡക്ഷൻ നോക്കുന്നത് ലേഡീസാണ്. ഓടി നടന്ന് ചെയ്തോളും അവർ. ഓടി നടന്ന് ചിലപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കുകയും ചെയ്യും അവരുടെ, ചിലപ്പോൾ അവരെയും കൊണ്ട് പുറത്തു പോവും. പക്ഷെ അവരെല്ലാവരും ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. അവർ നാട്ടിൽ പോയാൽ എല്ലാവരും പറയും ഹിന്ദിക്കാർ നാട്ടിൽ പോയാൽ തിരിച്ചു വരില്ല എന്ന്. പക്ഷെ എൻ്റെ കുട്ടികൾ പോയാൽ അവർ ആ ഹോളിഡേ പീരീഡ് കഴിയുമ്പം ചിലപ്പോൾ ഒരു 10 ദിവസം അങ്ങോട്ടേക്ക് എടുത്തെന്നിരിക്കും. പക്ഷെ അവർ തിരിച്ചു വരും. തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളവരെ ഹാപ്പിയാക്കി വെക്കണമുണ്ടാണ്. നമ്മൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് സ്ത്രീകളൊരു 60% സ്ത്രീകളാണ്. പക്ഷെ ആൺകുട്ടികളും എൻ്റെ കൂടെ 20 വർഷമൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ആരും അങ്ങനെ പിണങ്ങിപ്പോയവരൊക്കെ കുറവാണ് എൻ്റെ കമ്പനിയിൽ. എനിക്കൊരു ലേബർ പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയും ലേബർ പ്രോബ്ലം, യൂണിയൻ പ്രോബ്ലം. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം എന്തുകൊണ്ടാണ് മാം സ്ത്രീകളെ ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ കാരണം? സ്ത്രീകൾക്ക് എല്ലായിടത്തും മുൻതൂക്കം വേണ്ടേ? ഞാനും ഒരു സ്ത്രീയല്ലേ. നമ്മൾ ആ കൊടുക്കുന്ന ജോലി കൊണ്ട് അവരുടെ ഒരു കുടുംബം കഴിയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ടല്ലോ. ഇപ്പം സുനിത എന്ന് പറയുന്ന കുട്ടി 2 വീട് വെച്ചു. അപ്പോൾ വയസ്സായാലും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും താമസിക്കാമല്ലോ കുട്ടിക്ക്. അപ്പം അതിൽ ആ കുട്ടിയും ആ വീടുണ്ടാക്കുന്നതിനൊരു പാർട്ട് അതിൽ ചെയ്തു. ഇപ്പോൾ ഹിന്ദി ആൾക്കാരുണ്ട്, നിക്കി എന്നൊക്കെ പറഞ്ഞിട്ട്
അവരെല്ലാവരും നാട്ടിൽ വീട് വെച്ചു, കുട്ടിയെ CBSE സിലബസിൽ പഠിപ്പിക്കുന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. പുറത്തുള്ള സ്ത്രീകളാണോ? പുറത്തുനിന്നുള്ളവരും ഉണ്ട്. അതൊക്കെ ഒരു ഭാഗമാവുമല്ലേ ചെയ്യുന്നത്. അവരുടെ ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്, താഴെ പോകുന്നില്ലല്ലോ. അവരുടെ ഇപ്പം നിക്കിയുടെ മോള് കുറച്ച് ദിവസം എൻ്റെ ഫാക്ടറി വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവളെ CBSE സിലബസിൽ അവൾ പഠിപ്പിക്കണു. ആ കുട്ടിയുടെ ലൈഫ് എൻറ്റയർലി മാറുമല്ലേ ചെയ്യുന്നത്. ആ കുട്ടി വലുതാകുമ്പോഴത്തേക്കും മേ ബി നല്ല പൊസിഷനിൽ എത്തുമായിരിക്കാം. അപ്പം അതുകൊണ്ടാണ് കൂടുതലും സ്ത്രീകളെ വെക്കുന്നത്. പിന്നെ ഈസി ടു വർക്ക് വിത്ത്, കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ വേദനകളും മനസ്സിലാക്കും അവർ. ഇപ്പം നമുക്കറിയാം ഇത് ഒരു മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അതിൽ ഒരു സ്ത്രീക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാമിന് എന്തായിരിക്കും പറയാനുണ്ടാവും? മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി എടുത്താൽ അതികഠിനമാണ്, ടു ബി വെരി ഫ്രാങ്ക്. ഞാനത് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രൊഫഷൻ എടുത്താൽ ഞാൻ ഇപ്പോഴും ചലഞ്ചസ് ഉണ്ട് എനിക്ക്. അപ്പോൾ തുടക്കത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഉണ്ട് മാം? ഇപ്പോഴും ഉണ്ട്. കാരണം ഇതെല്ലാം ആണുങ്ങൾ ഭരിച്ചിരുന്ന ഒരു മേഖലയാണല്ലോ. ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഫസ്റ്റ് പൊസിഷനിലോട്ട് വരണമെങ്കിൽ ഞാൻ ഇനി എന്തോരം ചലഞ്ചസ് എടുത്താലേ ഫസ്റ്റ് പൊസിഷനിൽ എത്തുക എന്നറിയാവോ. അപ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അതൊക്കെ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറയും സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ വേറെ മേഖലകൾ ഇഷ്ടംപോലെ ഉണ്ട്. ക്ലസ്റ്റർ ഫോർമേഷൻ ചെയ്യാം, അവർക്ക് ഇഷ്ടംപോലെ സബ്സിഡി ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്. ഫുഡ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യാം, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാം. വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനും നല്ല സബ്സിഡീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് സ്ത്രീകൾക്കും മാത്രമല്ല യങ്സ്റ്റേഴ്സിനും അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് ചെറിയ ചെറിയ പാർട്സുകൾ ഉണ്ടാക്കാനായിട്ട് നല്ല വലിയൊരു പാർക്ക് തന്നെ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം ഇപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മിക്ക കാറിൻ്റെ പാർട്സുകളും വന്നിരുന്നത് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ടാക്കി തുടങ്ങി. അപ്പം അതിനെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നെങ്കിൽ ജനങ്ങൾ അറിയുന്നില്ല, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയുക, അതിന് ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹമില്ലായ്മ എന്ന് ഞാൻ പറയില്ല. നമ്മളൊരു കംഫർട്ട് സോണിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം അവരൊക്കെ റിസ്ക് എടുക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇനിയുള്ള കാലത്ത് ജോലി പ്ലസ് സൈഡിൽ എന്തെങ്കിലും കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. കാരണം നമ്മളുടെ ഇന്ത്യയുടെ പൊസിഷൻ മാറുന്തോറും നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടണം. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഹൈ വാല്യൂ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഒരേ സാധനം വാങ്ങാൻ പോകുന്നത്. ആ ഹൈ വാല്യൂ കൊടുക്കണമെങ്കിൽ നമുക്ക് സാലറി അറ്റ് സ്ട്രെച്ച് ഒന്നും കൂടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് മാമിൻ്റെ മനസ്സിലുള്ളത്? വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ള ഒരു ഫോക്കസാണ്. സ്ത്രീകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, ടു ബി വെരി ഫ്രാങ്ക്. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ടും സ്ത്രീകൾ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്കിലേ അവിടെ നമുക്ക് നമ്മുടെ ശബ്ദം കേൾക്കണം, നമുക്ക് വേണ്ടിയിട്ട് കേൾക്കണം. അത് വഴക്കുണ്ടാക്കി കേൾക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു പ്രോബ്ലം നമുക്കറിയണ പോലെ വേറൊരാൾക്ക് അറിയില്ല, ഒരു പുരുഷന് അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇമോഷൻസ് ഒരു പെണ്ണിനോട് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും മാം ഇത്രയും നേരം മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളോട് ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ മാം പറഞ്ഞ പോലെ മാമിൻ്റെ കമ്പനി ഫസ്റ്റ് പൊസിഷനിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ദി വൺ ആൻഡ് ഓൺലി ഷീയുടെ പ്രേക്ഷകരോട് മാമിന് എന്താ പറയാനുള്ളത്? എല്ലാവരും നല്ലൊരു നാളേക്ക് വേണ്ടി പ്രയത്നിക്കുക. നല്ലൊരു ഇന്ത്യ അല്ലെങ്കിൽ നല്ലൊരു പൗരനായിട്ട് ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് വന്നു ചേരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പവിത്ര.